കരിയർ അമുഖ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP റിക്രൂട്ട്മെന്റ് 2024 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും ലഭിക്കുവാനായിട്ട് ചാനലിൻ്റെ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ജോബിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് 1/2024 ആണ്. റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. വളരെ നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റാണ് ഇന്ത്യൻ റെയിൽവേയുടെ. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ വിശദമായ ഡീറ്റെയിൽസ് കാണുവാനായിട്ട് സാധിക്കും. അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 2024 ജനുവരി 20 അതോടൊപ്പം തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 19 അതോടൊപ്പം തന്നെ ഡേറ്റ്സ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ. ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 20 മുതൽ 2024 ഫെബ്രുവരി 29 അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാം. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ ബിലോ. Applications complete in all respects must be submitted online only latest by 23.59 hours ഓഫ് ഫെബ്രുവരി 2024 19 അതായത് 2024 ഫെബ്രുവരി 19 വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ഉള്ളതും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP പോസ്റ്റാണ്. ലെവൽ 2 വരുന്ന ഗ്രൂപ്പ് C പോസ്റ്റാണ്. അതിന് വേണ്ടുന്ന ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 ആയിരിക്കും നിങ്ങളുടെ ബേസിക് പേ വരുന്നത്. അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 കാറ്റഗറിയാണ്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 5,696. വളരെ വലിയൊരു വേക്കൻസിയാണ് ഇത്തവണ ഇന്ത്യൻ റെയിൽവേ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ RRB വൈസ് ആൻഡ് റെയിൽവേ സോൺ വൈസ് ഡീറ്റെയിൽഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേക്കൻസി ഇതിന്റെ അനക്ഷറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കാണുവാനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കുവാനായിട്ടുള്ളത്. നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഉറപ്പായിട്ടും എലിജിബിലിറ്റി പ്രോസസ്സ് ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് വിശദമായ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ മെഡിക്കൽ ഫിറ്റ്നസ്, ഈ ഒരു പോസ്റ്റിലേക്ക് സെർട്ടൈൻ ആയിട്ടുള്ള മെഡിക്കൽ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഏജ് കണക്കാക്കുന്നത് 2024 ജൂലൈ 1 പ്രകാരമായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ ഓഫ് RRB വൈസ് ആൻഡ് റെയിൽവേ വൈസ് വേക്കൻസീസ് ഇൻഡിക്കേറ്റഡ് ഇൻ this CEN are provisional and these may increase or decrease as per the requirement of railway administrations concerned. Candidates can choose only one RRB and indicate their preference for railway zones notified under that chosen RRB only. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടത് മുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന് വേണ്ടുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്? മുമ്പേ ഉറപ്പിച്ചതുപോലെ A1 കാറ്റഗറിയിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം ഇതിനകത്ത് വേണ്ടുന്നത്. ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. ഇവിടെ ഡിസ്റ്റന്റ് വിഷൻ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റന്റ് വിഷൻ, നിയർ വിഷൻ, അതോടൊപ്പം തന്നെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, മിസോപിക് വിഷൻ എക്സെട്ര. ഇതാണ് അതിൻ്റെ മെഡിക്കൽ ഡീറ്റെയിൽസ്. അതോടൊപ്പം തന്നെ നാഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻ, അതായത് ചില കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, OBC നോൺ ക്രീമി ലെയർ 3 വർഷം. അതോടൊപ്പം തന്നെ ബാക്കി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാറ്റഗറിയുടെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗിവൺ ഇൻ അനക്ഷർ A ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും ഫോർ ഓൾ കാറ്റഗറി കാൻഡിഡേറ്റ്സ് 500 രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരിക. അതോടൊപ്പം തന്നെ SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്
അവർക്ക് 250 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരിക. ഓൺലൈനായിട്ട് അപേക്ഷയോടൊപ്പം തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇവിടെ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുവാനായിട്ട് പോകുന്നത് നോക്കാം. Following stages: first stage computer based examination, second stage computer based examination, computer based aptitude test, document verification, medical examination. ഇത്രയും സ്റ്റേജസ് ആയിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറാണ്, 75 ക്വസ്റ്റ്യൻസ്, 75 മാർക്സ്. അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ആൻഡ് സിലബസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 വരിക. ഇവിടെ മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സ്റ്റേജ് 2ൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, ഇത്രയും കൂടി ചേരുന്നതായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പോസ്റ്റ് വൈസ് പാരാമീറ്റേഴ്സ് നോക്കാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലെവൽ 2 വരുന്ന പോസ്റ്റാണ് മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ. ഇനി അതിന് വേണ്ടുന്ന മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC പ്ലസ് ITI ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് NCVT/SCVT ഇൻ ദ ട്രേഡ്സ് ഓഫ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, millwright, മെയിൻ്റനൻസ് മെക്കാനിക്, റേഡിയോ ആൻഡ് TV, മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്സ്, mechanic, motor vehicle, wireman, tractor mechanic, armature and coil winder, mechanic, diesel, heater engine, turner, mechanist, refrigeration and air conditioning mechanic. ഇത്രയും ട്രേഡ്സിൽ ITI ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് മെൻഷൻഡ് എബോവ്. അതുമല്ലെങ്കിൽ മെട്രിക്കുലേഷൻ or SSLC plus 3 years diploma in mechanical, electrical, electronics, automobile engineering. അതുമല്ലെങ്കിൽ combination of various streams of these engineering disciplines from a recognized institution in lieu of ITI. Degree in engineering disciplines as above will also be acceptable in lieu of diploma in engineering. അതായത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും, ഈ പറഞ്ഞ ട്രേഡ്സിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും മെട്രിക്കുലേഷൻ അതോടൊപ്പം തന്നെ ITI ഉള്ളവർക്കാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഡിപ്ലോമയുടെ സ്ഥാനത്ത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സോൺ വൈസ് വേക്കൻസി അതോടൊപ്പം തന്നെ കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷനും നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.